ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വേർപാടിൽ അനുശോചിച്ച CBCI. ദില്ലി CBCI ആസ്ഥാനത്ത് സർവ്വമത പ്രാർത്ഥനയോട് നടന്ന അനുശോചന ചടങ്ങിൽ മതപുരോഹിതന്മാരും വിവിധ രാജ്യങ്ങളുടെ അംബാസഡർമാരും പങ്കെടുത്തു. അരികുവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി എന്നും സംസാരിച്ച വ്യക്തിയായിരുന്നു മാർപ്പാപ്പയെന്ന് CBCI അനുശോചിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ ദില്ലിയിലെ CBCI ആസ്ഥാനത്ത് CBCIയും ചാവറ കൾച്ചറൽ സെന്ററും സംയുക്തമായാണ് അനുശോചന യോഗം നടത്തിയത്. ആദരസൂചകമായി മാർപ്പാപ്പയുടെ ചിത്രത്തിൽ പുഷ്പങ്ങൾ അർപ്പിച്ചും മെഴുകുതിരി തെളിയിച്ചും സർവ്വമത പ്രാർത്ഥനയോടുകൂടിയായിരുന്നു ചടങ്ങുകൾ. മതപുരോഹിതർ പെറു, ഗ്വാട്ടിമാല, മാൾഡ തുടങ്ങി വിവിധ രാജ്യങ്ങളിലെ അംബാസഡർമാർ, നയതന്ത്ര ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിന്റെ ഭാഗമായി. ലോകസമാധാനത്തിനു വേണ്ടി എന്നും സംസാരിച്ച വ്യക്തിത്വമായിരുന്നു മാർപ്പാപ്പയെന്ന് CBCI ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ മാത്യു കോയിക്കൽ അനുശോചിച്ചു. റോമൻ കത്തോലിക്ക സഭയുടെയും വേൾഡ് നേതാവുമായ പരിശുദ്ധ പിതാവിൻ്റെ നിര്യാണത്തിൽ അഗാധമായ ഖേദം രേഖപ്പെടുത്തുന്നു. പരിശുദ്ധ പിതാവിനെ പറ്റി ഓർക്കുമ്പോൾ ലോകത്തിന് സമാധാനമുണ്ടാകുവാനും വേണ്ടി സമാധാനത്തിന് വേണ്ടി ഏതറ്റം വരെ പോകുവാനും നിലകൊള്ളുവാനായിട്ടും പരിശ്രമിച്ച ഒരു വലിയ പിതാവാണ് ഫ്രാൻസിസ് പാപ്പ. മാർപ്പാപ്പ കാരുണ്യത്തിന്റെയും വിനയത്തിന്റെയും ദീപമായി ഓർമ്മിക്കപ്പെടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിലെ അനുശോചനക്കുറിപ്പിൽ പങ്കുവച്ചു. ഫരീദാബാദ് രൂപത ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് ഭരണിക്കുളങ്ങര, ദില്ലി ആർച്ച് ബിഷപ്പ് അനിൽ കൂട്ടോ തുടങ്ങിയവരും മാർപ്പാപ്പയെ അനുസ്മരിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പ സഭയെ വളരെയേറെ ജനകീയമാക്കിയെന്നാണ് നമ്മൾ പറയുക. ഹി വാസ് എ പോപ്പ് ഓഫ് ദ പീപ്പിൾ. സഭയെ സാധാരണക്കാരുടെ സാന്നിധ്യമായി മാറ്റുവാനായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒത്തിരിയേറെ ആഗ്രഹിച്ചിരുന്നു. 9 ദിവസത്തെ ദുഃഖാചരണത്തിന് CBCI ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ വിശ്വാസികൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണമെന്നും പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തണമെന്നും CBCI അറിയിച്ചു. ആദരസൂചകമായി സംസ്കാര ശുശ്രൂഷകൾ നടക്കുന്ന ദിവസം രാജ്യത്തെ കത്തോലിക്ക സ്ഥാപനങ്ങൾ ഒരു ദിവസം അടച്ചിടാനും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി.